ഇല്ലയേ? എടാ സത്യത്തിലില്ലേ ഇതൊരു സിമ്പിളായ ക്വസ്റ്റ്യനാണ്. അതായത് നമുക്കറിയാം എക്സ് പ്ലസ് വൈ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 11 കിട്ടും. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് നമ്പർ കൂട്ടി നമുക്ക് എന്ത് കിട്ടണം? 11 കിട്ടണം. അപ്പോൾ എക്സും വൈ എനിക്കറിയില്ല. സപ്പോസ് ഞാൻ അതിനെന്ത് പറഞ്ഞു വിളിച്ചിടാം, 10x പ്ലസ് വൈ ഈക്വൽ ടു 11 അങ്ങനെയും വരാം. ഓക്കെ. നമുക്കറിയില്ല അതെങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് 10 + 1 ഇവിടെ 1 വൈ ഉണ്ട്. അപ്പോൾ എന്താ 1 എഴുതിയില്ല. 1 × വൈ എത്ര? വൈ ആണ്. അപ്പോൾ എന്താണ് 10x + y ഈക്വൽ ടു എത്രയാണ്? 11. ഓക്കെ. അതിന് ഞാനടാ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു. ഓക്കെ, തുടക്കട്ടെ. ഞാൻ പറയാണ് എന്നോട് ഈ എക്സിനെയും വൈനെയും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ ആരാ വരിക? 10 അപ്പോൾ ഇവിടെ ആരാ സത്യത്തിൽ വരിക? 10. ഇപ്പോൾ പരസ്പരം എക്സിനെയും വൈനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ ആരാ വരിക? 10y + x ഈക്വൽ ടു 11 ആണെന്ന് എനിക്കറിയില്ല. അത് 11 ആണ്, എനിക്ക് അറിയില്ല. അപ്പോൾ ഓല് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ് ഇക്വേഷൻ നമ്പർ 1 നിന്ന്, അതായത് ഫസ്റ്റ് നിന്ന് 27 കുറച്ചാൽ കിട്ടുന്നതാണ് എന്ന് ഓല് പറഞ്ഞു. ഫസ്റ്റ് നിന്ന് ആരാണ്? 10x + വൈന്ന് ആര് കുറക്കണം? 27 കുറച്ചാലാണ് ഇതിൻ്റെ ഉത്തരം കിട്ടുക എന്ന് ഓല് പറഞ്ഞു. ഓക്കെ, ഇവിടെ 27 കേട്ടോ. 27 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു. 27 കേട്ടോ, ഇത് 27 ആണ്, ഈ സ്ഥലം അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ 10y + x എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത സമയത്ത് അതിൻ്റെ സമ്മ് ഫസ്റ്റ് ഇക്വേഷന് 27 കുറച്ചാലാണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് ഈ ഒരു 10x, അതായത് ഇവിടെ 10y ഉണ്ട്, ഇവിടെ ആരാണ്? +y ഉണ്ട്. അപ്പോൾ ഈ +y അങ്ങോട്ട് എടുത്തു. അപ്പോൾ നോക്കടാ, 10y ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇപ്പോൾ 10y ഓൾറെഡി ഉണ്ട്. ഈ 10y ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ 10y +y ഇങ്ങോട്ട് വരുന്നത് -y ആണ്. അപ്പോൾ -y. പിന്നെ ഇവിടെ ആരുണ്ട്? +x. ഈ 10x ഇങ്ങോട്ട് കൊടുക്കുന്നത് എന്താണ്? -10x. അപ്പോൾ ഇവിടെ ആരുള്ളത്? ഈക്വൽ ടു ഇവിടെ ആരുള്ളത്? -27. ഓക്കെ, അവിടെ -27 ഇവിടെ ഉണ്ട്. ഞാൻ പറയാം 10y - y എത്രയാണ്? 9y പ്ലസ് x - 10x എത്ര? x - 10x എത്രയുടെ? x - 10x എത്ര? -9x. -9x ഈക്വൽ ടു -27. ഓക്കെ. അപ്പോൾ 9y പ്ലസും മൈനസും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? -9x ഈക്വൽ ടു -27. ഓക്കെ. എന്നിട്ട് ഞാൻ പറയുകയാണെന്ത്, ഈ -9x അപ്പുറത്ത് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഈ 9y അപ്പുറത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഈ -27 ഇങ്ങോട്ട് കൊടുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് വരും 27 ഈസ് ഈക്വൽ ടു 9x - 9y എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എന്നിട്ട് ഞാൻ പറയുകയാണെന്ത്, ഒരു രസത്തിനും വേണ്ടി, അതായത് രസത്തിനും വേണ്ടി സത്യത്തിൽ ഇത് നമുക്ക് ചെറുതാക്കാൻ വേണ്ടി ഇതൊക്കെ എന്താണ് ഈ 3 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്താണ് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനൊക്കെ എന്ത് കാട്ടി? ഡിവൈഡ് വിത്ത് 3. അപ്പോൾ ഇതിനൊക്കെ ഞാൻ എന്ത് കാട്ടി? ഇവിടെ 27 3 കൊണ്ട് ഹരിച്ചു, ഇവിടെ ഹരിച്ചു, എല്ലായിടത്തും ഹരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ കാട്ടി? 27/3 എത്ര? 9. അപ്പോൾ 9 ഈസ് ഈക്വൽ ടു ഇതിന് ഞാൻ 3 കൊണ്ട് ഹരിച്ചു. ഓക്കെ, 3 കൊണ്ട് വേണ്ട, ഇവിടെ 3 കൊണ്ട് വേണ്ട, ഞാൻ ജസ്റ്റ് 9 കൊണ്ട് ഹരിച്ചാൽ പെട്ടെന്ന് കിട്ടും. 9 കൊണ്ട് ഹരിച്ചു, 3 കൊണ്ടല്ല 9 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 9 കൊണ്ട് ഹരിച്ച സമയത്ത് ഇതിനൊക്കെ ഞാൻ എന്തായാലും 3 കൊണ്ടല്ല കേട്ടോ ഹരിച്ചത്, 9 കൊണ്ട് ഹരിച്ചു. ഓക്കെ, 9 കൊണ്ട് ഹരിച്ചിട്ടോ. ഇതിനൊക്കെ ഞാൻ എന്ത് കാട്ടി? 9 കൊണ്ട് ഹരിച്ചു കേട്ടോ. ഇതിനൊക്കെ ഞാൻ എന്തുകൊണ്ട് ഹരിച്ചു? 9 ഡിവൈഡ് വിത്ത് 9 കൊണ്ട് ഹരിച്ചു കേട്ടോ. അപ്പോൾ 9 കൊണ്ട് ഹരിച്ച സമയത്ത് 27/9 എത്ര? 3. ഓക്കെ, 3 ഈസ് ഈക്വൽ ടു ഇതുകൊണ്ട് 9, ഇതിനെ 9x / 9 എത്ര? x. ഓക്കെ, -9y - 9 എത്ര? y. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ഇക്വേഷൻ ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടി. എത്ര ഇക്വേഷൻ കിട്ടി? 2 ഇക്വേഷൻ നമുക്ക് നിലവിൽ കിട്ടി.
ഒന്നാമത്തെ ഇക്വേഷനാണ് ആര് ഈ ഒരു ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് ഇതൊരു ഇക്വേഷൻ കിട്ടി. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി, വേറെ ഇക്വേഷൻ കിട്ടി x - y. എന്നിട്ട് ഇത് തമ്മിൽ എന്താണ് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് എക്സും വൈയും കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അതാണ് നമ്മളെ മെയിൻ കൺസെപ്റ്റ്.